കേസെടുത്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. രാവിലെ ന്യൂസൊക്കെ കണ്ടപ്പം അതിൻ്റെ അകത്ത് നേരിട്ട് ദീപകിൻ്റെ അമ്മ തന്നെ പോയി പരാതി കൊടുക്കേണ്ടി വന്നു. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാർ സ്വമേധയാ കേസെടുക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്നറിയത്തില്ല. പക്ഷേ കുറേ നമ്മൾ കമൻസൊക്കെ വായിക്കുന്നുണ്ടല്ലോ. കമൻസൊക്കെ വായിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഒത്തിരി ആൾക്കാർ രക്ഷപ്പെടാൻ അനുവദിച്ചതിന് ശേഷം അവർ കേസെടുത്തിരിക്കുന്നു. അത് നേരിട്ട് ആ അമ്മ തന്നെ പോയി കേസ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ് വന്നേക്കുന്നത്. അവരുടെ ഒരു മാനസികാവസ്ഥയൊക്കെ നമ്മൊന്ന് ഓർത്ത് നോക്കണേ. ഇതുപോലെയുള്ള പെണ്ണുങ്ങൾ കാരണം അല്ലാതെ ഇനിയിപ്പം സാധാരണമായിട്ട് പോയി ഒരു പെണ്ണുങ്ങൾ ആണുങ്ങളുടെ അടുത്ത് നിൽക്കുമോ അല്ലെങ്കിൽ ആണുങ്ങളുടെ സീറ്റിൽ ഇരിക്കേണ്ട ഒരവസ്ഥ വന്നാൽ തന്നെ രണ്ടുപേർക്കും ഒരു വിഷമമായിരിക്കും. അയ്യോ ഇനിയിപ്പോൾ നമ്മൾ തട്ടിയാൽ എന്തെങ്കിലും പ്രശ്നമാവുമോ, അയ്യോ ഇനിയിപ്പോൾ നമ്മൾ തട്ടിയാൽ പ്രശ്നമാവുമോ എന്നുള്ള രണ്ടുപേരുടെയും മനസ്സിന് ഭയങ്കര പ്രശ്നമാവും. ഏതായാലും ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് ശ്രീലക്ഷ്മി എന്ന് പറയുന്നത് അവർ വന്നേക്കുന്നത്. അവർ സത്യാവസ്ഥ എന്താണെന്ന് രണ്ട് സൈഡിൽ നിന്ന് അറിഞ്ഞിട്ട് വേണം നമ്മളൊരു കാര്യം സംസാരിക്കാൻ തന്നെ. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾ വന്നപ്പോഴും നമ്മൾ രണ്ട് ഭാഗങ്ങളും കേട്ടിട്ടും പിന്നെ ആ വീഡിയോയിൽ നമുക്ക് പ്രൂഫുകളോ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യാറ്. അങ്ങനെയൊന്നും അറിയാതെ തന്നെ കുറേ ആൾക്കാർ ആ പുള്ളീനെ മോശമായി സംസാരിക്കുന്നവരുമുണ്ട്. പിന്നെ ഈ കുട്ടിയെ മോശമായി സംസാരിക്കുന്നവരുണ്ട്. കുട്ടിയല്ല, ഒരു സ്ത്രീയാണ്. അവരെയും മോശമായി സംസാരിക്കുന്നുണ്ട്. ഇതുപോലെ ഇപ്പോൾ തന്നെ അവരെ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. ഷിംജിത എന്ന് പറയുന്ന പെണ്ണ് എവിടെയാണെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ കേസെടുക്കും എന്നുള്ളത് നല്ല അതായിട്ട് ബോധ്യമായതിന് ശേഷം അവർ കഴിഞ്ഞ ദിവസം വരെ വീട്ടിലുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. ഇന്നലെയാണ് കേസ് കൊടുത്തേക്കുന്നത്. അതിന് ശേഷം അവരെങ്ങോട്ടേ പോയി. അപ്പോൾ ഇങ്ങനെ ഒരു ചുമ്മാ ഒരു കണ്ണിപ്പൊടിയിടുന്ന പരിപാടിയാണോ ഈ കേസൊന്നും അറിയത്തില്ല. അതിന് നിയമ നടപടികൾ ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങളും അറിയത്തില്ല. അതൊക്കെ നമുക്കിനി വഴിയെ കാണാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ പെൺകുട്ടികളെ ആണെങ്കിലും പിന്നെ കോളേജിലും സ്കൂളിലും ഒക്കെ പോകുന്ന കുട്ടികളെ സുരക്ഷിതരായിട്ട് വരണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. മോശമായിട്ടൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും ആ സ്ഥലത്ത് തന്നെ പ്രതികരിക്കാൻ പഠിപ്പിച്ചു വിടുക പിള്ളേരെ മാക്സിമം. അല്ലെങ്കിൽ അത് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, കണ്ടക്ടറുണ്ട്, ഡ്രൈവറുണ്ട്. നമുക്കങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ് ഉടനെ തന്നെ നമുക്ക് പറയാമല്ലോ, ഇന്ന പോലെ ഒരു പ്രശ്നമുണ്ട്, എന്നെ മിസ്ബിഹേവ് ചെയ്തു, എന്നോട് അങ്ങനെ ചെയ്തു എന്നൊക്കെ നമുക്ക് പറയാമല്ലോ. പക്ഷേ ആ സ്ത്രീ കാണിച്ച പരിപാടിയിൽ അവരുടെ മുഖത്തൊരു ചെറിയ ചിരി പോലെ എന്തോ ആണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്കൊക്കെ എങ്ങനെ തോന്നിയെന്ന് എനിക്കറിയത്തില്ല. ആ വീഡിയോ നന്നായിട്ട് കണ്ടപ്പം അവരുടെ മുഖത്ത് വൈറലാകാനുള്ളതിൻ്റെയും ട്രെൻഡിങ് ആകാനുള്ളതിൻ്റെയും ഒരു ചിരി പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. ഈ കാലത്ത് സത്യമായിട്ട് സംഭവിച്ചാൽ പോലും ഇനിയിപ്പം പെൺകുട്ടികൾ ഇങ്ങനെ പറഞ്ഞ ആരും വിശ്വസിക്കുമെന്ന് പോലും അറിയത്തില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ കാരണം നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ടെങ്കിലും പെണ്ണുങ്ങൾ കുറച്ച് കൂടുതൽ ആവശ്യമില്ലാത്ത പരിപാടികൾ കാണിച്ചിപ്പം ഉള്ള വിലയും കൂടെ കളയാതിരിക്കുവാണെങ്കിൽ നല്ലതായിരുന്നു. ആൺകുട്ടികൾക്കും അതുപോലെ തന്നെ അപമാനവും ഉണ്ട്, എല്ലാം ഉണ്ട്. പെൺകുട്ടികളെ പോലെ തന്നെയാണ് ആൺകുട്ടികളും. അവർക്കെന്താ പിന്നെ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ വന്നാൽ അയ്യോ എനിക്കിത് വലിയ പ്രശ്നമുള്ളതെന്നും പറഞ്ഞുകൊണ്ടൊന്നും ആരും പോകത്തില്ല. മര്യാദയ്ക്ക് നടക്കുന്ന ആൺകുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്കും വിഷമങ്ങളുണ്ടാകും, പ്രശ്നങ്ങളും ഉണ്ടാകും, നാട്ടിലിറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇതുപോലെ സംഭവിക്കും. ഒരാളുടെ ജീവൻ പോയില്ല. ഇപ്പം ജീവൻ പോയി കഴിഞ്ഞിട്ടും ചില ആൾക്കാരെന്താ പറയുന്നത്, കണ്ടോ അവൻ ചിലപ്പം പിന്നെ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തതായിരിക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തോ ചെയ്യാനായിട്ടാണ്. അതിൻ്റെ അകത്ത് ആ വീഡിയോ കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അയാൾ ഒരു കയ്യിൽ ബാഗ് പിടിച്ചിട്ടുണ്ട്, മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ കൈയെടുത്ത് പുള്ളി അങ്ങ് പോവുക. പുള്ളി ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ശ്രദ്ധിച്ച്, ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഈ ഫോണും കൊണ്ട് നടക്കുന്ന റീൽസും ഒക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും എന്തോ റീൽസ് എടുക്കുമായിരിക്കും, എന്തോ വീഡിയോ എടുക്കുമായിരിക്കും എന്നുള്ള കാഷ്വലായിട്ടാണ് പുള്ളി അങ്ങോട്ട് പോകുന്നത്. അല്ലേ തന്നെ ഈ പെണ്ണുമ്പിള്ള പോയി എന്നത്തിനാന്ന് ഈ ഇടിക്കുന്നിടത്ത് പോയി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അവർ നേരത്തെ അയാളുടെ പുറകിൽ നിന്നിരുന്നത്. പിന്നെ കൈ മാറ്റി പിടിച്ച് അയാളുടെ തൊട്ട് പുറകിൽ പോയി അയാൾ ഇടിക്കുന്ന നോക്കി നിന്ന് വീഡിയോ എടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ ഉള്ളിടത്തോളം കാലം നമുക്ക് എന്താ പറയാനായിട്ടാണ്, റീച്ച് കിട്ടണമെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്താലാണ് കൂടുതൽ റീച്ച് കിട്ടുന്നതെന്നുള്ള രീതിയിലാണ് ചില ആൾക്കാർ. അല്ലേലും നമ്മുടെ ഇപ്പോഴത്തെ യൂട്യൂബ് ചാനലുകളിൽ തന്നെ 18+ ആണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാർ കാണാനും ഉണ്ട്. നമ്മൾ കുറേ കാര്യങ്ങൾ നല്ല കാര്യങ്ങളും ഒക്കെ ഇട്ട് വരുവാണെങ്കിൽ അത് കാണാനും ആൾക്കാർ കുറവാണ്. അതുകൊണ്ട് ഇതിനൊക്കെ ഒരു നിയന്ത്രണം വരുവാണെങ്കിൽ നല്ലതാണ്. ആരുടെയും കൺസേൺ ഇല്ലാതെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നതും മോശമാണ്. നമ്മൾ ആരോടെങ്കിലും ഇപ്പോൾ നമ്മൾ എടുക്കുകയൊക്കെ ആണെങ്കിൽ മാക്സിമം മുഖം കാണാത്ത രീതിയിലൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത് ആരുടെയും.
അവർക്കിപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. ഞങ്ങളൊക്കെ വീഡിയോ എടുക്കുവാണെങ്കിൽ വീഡിയോ എടുത്ത് പോകുമ്പം തന്നെ വീഡിയോ എടുക്കുവാണ് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കാറ്. ഇഷ്ടമല്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ അവരുടെ മുഖം പോലും കാണിക്കത്തില്ല. കുഴപ്പമില്ല എന്ന് പറയുവാണെങ്കിൽ മാത്രമാണ് നമ്മൾ മാക്സിമം വീഡിയോ ഒക്കെ എടുക്കാറ്. പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പം വീഡിയോ എടുക്കണ്ട എന്നല്ല പറയുന്നത്, എടുത്തോ. പക്ഷെ അവിടെ തന്നെ നിങ്ങൾ പ്രതികരിച്ച് അവിടെ തന്നെ കാര്യങ്ങൾ എന്താ എന്ന് അന്വേഷിച്ച് അതിനുള്ള പരിഹാരം കണ്ടെത്തിയിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസൊക്കെ കൊടുത്തു വെക്കുക. ഇപ്പം ഈ പറയുന്ന ഷിംജിത തന്നെ എന്തേറെ കാര്യങ്ങളാണ് കള്ളത്തരം പറഞ്ഞേക്കുന്നത്. അവർ ഫോൺ ചെയ്ത് ആരോ അറിയുന്ന പോലീസുകാരന് കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു. പക്ഷേ അവിടെ വിളിച്ചൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നതായിട്ടൊന്നും പോലീസുകാർ പറയുന്നില്ല. ഓരോരോ കള്ളങ്ങൾ പറഞ്ഞ് അവസാനം ഇപ്പോൾ ഏതായാലും അവരുടെ പേര് കേസ് എടുത്തിട്ടുണ്ട്. ജാമ്യമില്ല വകുപ്പെന്നൊക്കെ പറയുന്നു. പക്ഷേ ഈ കേസൊക്കെ അവിടെ എന്തേരെ ദൂരം പോകുന്നോ ഇതിന് ശിക്ഷ ലഭിക്കുമെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അവർ ഗൾഫിലോട്ട് പോയെന്നോ ഒക്കെ കേൾക്കുന്നു. എന്തായാലും ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പം എന്ത് കാരണത്താലായാലും റീച്ചിനായിക്കോട്ടെ എന്തിനായിക്കോട്ടെ ഇതുപോലെ കാര്യങ്ങൾ വരുമ്പം പ്രതികരിക്കാൻ പഠിക്കുക. മോശമായുള്ള കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അതിനനുസരിച്ച് പ്രതികരിക്കാൻ പഠിക്കില്ല. ഇത് തെറ്റായിട്ടൊരു നമ്മുടെ സമൂഹത്തിനെ തെറ്റായിട്ട് ഒരു കാര്യം കൊണ്ടുവന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ്, അതിനെതിരെയും പ്രതികരിക്കുക. ചുമ്മാ നമ്മളെ അവർ പറഞ്ഞ് നേരായിരിക്കുമെന്ന് ചുമ്മാ നോക്കിയിട്ട് നമ്മളൊരു കാര്യം ജഡ്ജ് ചെയ്യാൻ പോകാൻ പറ്റത്തില്ല. രണ്ട് സൈഡിലുള്ള കാര്യങ്ങളും നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടൊക്കെ വേണം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട്.